ഞങ്ങൾ വെറുതെ ഒരു ഔട്ടിങ്ങിന് ഇറങ്ങിയതാണ്. എങ്ങോട്ടാ? ഫോർട്ട് കൊച്ചിയിലേക്ക് പോണോ? കൊറേ ദിവസമായല്ലേ അങ്ങോട്ട് ഫോർട്ട് കൊച്ചിയിലേക്ക് പോവാണ്. അവിടെ പോയിട്ട് കഫേയിൽ പോയിട്ട് ഫുഡ് എന്തെങ്കിലും എനിക്ക് പറ്റിയതൊന്നും കിട്ടൂലായിരിക്കും. നോക്കാം, നമുക്ക് എന്തെങ്കിലും കിട്ടുന്നെങ്കിൽ കഴിച്ചിട്ട്. പിന്നെ കുറച്ച് ഷോപ്പിങ്ങും ഉണ്ട്. പോകുന്ന വഴിക്ക് 1-2 സാധനങ്ങൾ വാങ്ങണമെന്നുണ്ട്. സമയം കിട്ടുകയാണെങ്കിൽ വാങ്ങാം. അതിനിടയിൽ ശ്രേയ ഇവിടെ ഇരുന്നിട്ട് ഫോണിൽ, അതാണ് ഞാൻ ഇൻട്രോ എടുക്കാൻ കുറച്ച് താമസിച്ചു. വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എടുക്കണമെന്ന് വിചാരിച്ചതാ. ശ്രദ്ധയുടെ വാവയ്ക്ക് ഫ്രോക്കില്ലേ, അതിന്റെ ഡിസൈൻസ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഓരോന്ന്. അയ്യോ, പെൺകുട്ടി ആയതുകൊണ്ട് എന്ത് രസമുള്ള കുട്ടിയുടുപ്പുകള് തയ്പ്പിച്ചിടാല്ലേ. അയ്യോ, അതെ അതെ. ഞാനാണെങ്കിൽ എന്റെ പട്ടുസാരി എന്റെ എല്ലാം ബ്ലൗസ് പീസും അതേപോലെ വെച്ചിട്ടുണ്ട്. അത് ഞാൻ, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, മിക്ക പട്ടുസാരി ഏത് കച്ചേരി ആണെങ്കിലും അതെ, എവിടെയാണേലും അതെ, അതിൻ്റെ തന്നെ സെറ്റായിട്ടുള്ള ബ്ലൗസ് ഞാൻ ഇടുന്നത് വളരെ റെയറാണ്. ഏതെങ്കിലും ഒക്കെ ബ്ലൗസ് ആയിരിക്കും ഏതെങ്കിലും സാരിയുടെ കൂടെ മാച്ചായിട്ട് ഞാൻ ഇടുന്നത്. ഇടാറുണ്ട് വിത്ത് ബ്ലൗസ് വരുന്നത്, ചിലതൊക്കെ ഇടാറുണ്ട്. അല്ലാതെ ഒക്കെ വേറെ ഓരോ ബ്ലൗസുകളാണ് ഇടുന്നത്, റെഡിമെയ്ഡ് ബ്ലൗസ് ഇടാറുണ്ട്. അപ്പം നല്ല കാഞ്ചീപുരം പട്ടുസാരിയുടെ ബ്ലൗസ് പീസ് ഒക്കെ അതേപോലെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പെൺകുട്ടിയാണെന്ന് കേട്ടപ്പോ തന്നെ ഒയ്യോ, ആ ബ്ലൗസ് പീസ് എല്ലാം എടുത്തിട്ട് വാവയ്ക്ക് കുട്ടിയുടുപ്പ് തയ്ക്കാം. വാവ്, അതിന്റെ ഒരു ത്രില്ലിലാണിപ്പോ. അതിന്റെ ഡിസൈൻസ് ഒക്കെ ഇങ്ങനെ ശ്രേയ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഓരോ പാറ്റേൺസ് ഒക്കെ. അപ്പൊ നമുക്ക് ഇനി പതുക്കെ വാവയുടെ ഡ്രസ്സിന്റെ തയ്യൽ പരിപാടിയിലേക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യണം. നമുക്കിപ്പം എവിടെയാ, ഫോർട്ട് കൊച്ചിയിൽ ജസ്റ്റ് ഒന്ന് പോയി കറങ്ങിയിട്ടൊക്കെ വരാം. 2 ദിവസം കഴിയുമ്പോൾ വാവ വന്ന് നിൽക്കാൻ വരും വീട്ടില്. അപ്പോൾ ഫുൾ ടൈം വാവയുടെ കൂടെ ആയിരിക്കും. അതിന് മുമ്പ് ഞങ്ങൾ ഒന്ന് ജസ്റ്റ് കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ അടുത്ത് വാവ വന്ന് നിൽക്കുമ്പോഴാണ് ഇനി അനിത കറങ്ങാൻ പോകുന്നത് അല്ലേ. അതെ അതെ, അവരിപ്പം ഫുൾ ടൈം വീട്ടിലാണ്. അപ്പം നമ്മൾ ടേൺ എടുത്തിട്ട് വേണം ഇനി വാവയെ നോക്കാൻ. ഓക്കെ, കടവന്തറ ജംഗ്ഷനിലുള്ള ഈ ബിൽഡിംഗ് ഇല്ലേ, എനിക്കിപ്പോഴാണ് പെട്ടെന്ന് ഓർമ്മ വന്നത്. നമ്മൾ ഉദയ്പൂർ പോയപ്പോ കണ്ട അതേ ഒരു വൈബ് അല്ലേ. എപ്പോഴും ഇതിലെ വരുമ്പോ പണ്ട് തൊട്ടേ ഞാൻ വിചാരിക്കുമായിരുന്നു ഇതൊരു രാജകീയമായിട്ടുള്ള ഒരു ആംബിയൻസ് ഉള്ള ഒരു കൊട്ടാരം പോലത്തെ ഒരു ബിൽഡിംഗ്. ഇങ്ങനെയാണ് ഉദയ്പൂരിലെ എല്ലാ ബിൽഡിങ്ങും അല്ലേ. ഇവിടെ വന്നപ്പോ പെട്ടെന്ന് എനിക്ക് ഉദയ്പൂർ ട്രിപ്പൊക്കെ ഓർമ്മ വന്നു. ഇത് മിസ് ചെയ്യണു. ഞങ്ങൾ കടവന്തറ എങ്ങനെ എത്തിയെന്നായിരിക്കും അല്ലേ. അതായത് ഞങ്ങൾ ഫോർട്ട് കൊച്ചി പ്ലാൻ ചെറുതായിട്ടൊന്ന് മാറ്റി. അതിനിടയിൽ ശ്രദ്ധയെ ഫോൺ ചെയ്തപ്പോൾ ശ്രദ്ധയ്ക്ക് ഫുഡിനെ കുറിച്ച് ഭയങ്കര നല്ല ഫുഡ് എവിടെ കിട്ടും നന്നായിട്ട് അറിയാം. അപ്പൊ ഞാൻ ചോദിച്ചു അവിടെ ഫോർട്ട് കൊച്ചിയിൽ ഏതാ നല്ല കഫേ എന്ന് ചോദിച്ചു. പക്ഷെ അത് ഫോർട്ട് കൊച്ചിനെക്കാളും നല്ലത് ഇവിടെ പനമ്പള്ളിയിൽ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു കഫേ പറഞ്ഞു തന്നു. അപ്പൊ ഞങ്ങൾ അങ്ങോട്ടാണ് പോകുന്നത്. ഞാൻ ശരിക്കും ഫുഡ് എന്നുള്ളതിലുപരി ആംബിയൻസ് വെറുതെ ഒന്ന് കറങ്ങാം എന്നൊക്കെ വിചാരിച്ചാണ് ഇറങ്ങിയത്. പക്ഷെ ശ്രേയ പറഞ്ഞു കറക്കം മാത്രല്ല ഫുഡും കൂടെ നല്ലത് വേണം, കാരണം നല്ല വിശപ്പുണ്ട്. ഇപ്പൊ ഉച്ചയായി, 1 മണിയായി. അപ്പൊ എന്തായാലും അവിടെ വരെ എത്തണ്ടേ. അപ്പൊ പിന്നെ എന്നാ ശ്രദ്ധയും പറഞ്ഞു എന്നാ പനമ്പള്ളി ആയിക്കോട്ടെ, കുറച്ചുകൂടെ അടുത്തല്ലേ എന്ന് വിചാരിച്ച് പനമ്പള്ളിയിൽ ഒരു സംഭവം പറഞ്ഞു തന്നിട്ടുണ്ട്. അവിടെ പോയിട്ട് അത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. കൊള്ളാല്ലേ. May your coffee kick in before reality does. ഓപ്പോസിറ്റ് ലൈറ്റ് ആണോ എന്നൊരു സംശയമുണ്ട്, നോക്കാവുന്നത്. ഇത് ഇവിടെയും കൊള്ളാം. നല്ല കോഡ്സ് ആണ് എല്ലാം. കൗണ്ട് ദ മെമ്മറീസ്, നോട്ട് ദ കാലറീസ്. ശ്രേയ ഇതിനകത്തെ കോഡ്സ് ഒക്കെ ഇല്ലേ എല്ലാം ചിലപ്പോൾ നടക്കും. ഓക്കെ, കോഫി വന്നു.
നമ്മളിവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ പോയിരുന്നു. അതിനിടയിൽ കോഫി വന്നിരിക്കുകയാണ്. മിറർ സെൽഫി എടുത്തുകൊണ്ടിരിക്കുക. ശ്രേയ എവിടെ മിറർ കണ്ടാലും മിറർ സെൽഫി എടുക്കും. ശ്രദ്ധ എടുത്ത് തന്നെ വിളിച്ചു ചോദിച്ചോളൂ നല്ലത് ഏതാണ്. നല്ല ആംബിയൻസ് അല്ലേ? വെജ് മതി എന്താന്ന് വെച്ചാൽ. ടൊമാറ്റോ പാസ്ത, വേറെ സാൻഡ്വിച്ചോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അങ്ങനെ ഞങ്ങൾ ഫോർട്ട് കൊച്ചി പോകാൻ ഇറങ്ങിയിട്ട് പനമ്പള്ളി നഗറിൽ എത്തിയിരിക്കുകയാണ്. സമ്മർ ടൗൺ അവിടെയാണ് വന്നിരിക്കുന്നത്. നോക്കാം ഫുഡ് എങ്ങനെയുണ്ട്. നമ്മുടെ ലാറ്റ വന്നു. അല്ല, അവർ കുറച്ച് നേരം ആയല്ലോ ഇതിവിടെ വെച്ചിട്ട്, അപ്പോഴേക്കും അത് പോയി. എനിക്കതിങ്ങനെ അത് മാറ്റാൻ ഭയങ്കര വിഷമമാണ്. അത് കുറേ നേരം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. കുടിച്ചോ? എങ്ങനെയുണ്ട്? നല്ലതാണ്. ശ്രദ്ധയുടെ മെസ്സേജാ? ശ്രദ്ധയ്ക്ക് ഫോട്ടോ വെച്ച് കൊടുക്കും. ഇപ്പം എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ബാവയുടെ ഫോട്ടോ വന്നു എന്നാണ് നോക്കുന്നല്ലേ. ഫുഡ് വന്നു. ഇതെൻ്റെയാണ്. കഫേയിൽ വന്നാൽ ഞാൻ കഴിക്കുന്ന ഒരേ ഒരു സാധനം. ഓക്കെ, പാസ്ത ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. എങ്ങനെയുണ്ട്? കൊള്ളാമോ? ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പണ്ടേ എരിവും പുളിയും ഒക്കെയുള്ള സംഭവങ്ങളാണ് ഇഷ്ടം. എനിക്ക് ആൽഫ്രഡോ ഇഷ്ടം. അത് ചീസാ, ഇത് ടൊമാറ്റോൻ്റെ. ചീസ് ഒന്നാമത് ചീസിൻ്റെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടമല്ല. പിന്നെ ചീസ് കഴിച്ചാൽ വണ്ണം വയ്ക്കും. അല്ലെങ്കിൽ തന്നെ ഒന്നുമില്ലാതെ എനിക്കിങ്ങനെ വണ്ണം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന് നല്ല എരി പുളി എല്ലാം ഉണ്ട്. നന്നായിട്ട് എന്താ പറയുക, ചോറും രസവും സാമ്പാറും എല്ലാം കൂടെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഉണ്ടല്ലോ, ചോറ് കാണാം. എനിക്ക് ചോറ് കഴിക്കുന്നതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ത് കഴിച്ചാലും ഉണ്ടാവില്ല. നന്നായി. ഇതെന്താ സംഭവം? ഏഷ്യൻ ചിക്കൻ റൈസ് ബൗൾ. ഏഷ്യൻ ചിക്കൻ റൈസ് ബൗൾ. ഏഷ്യൻ ചിക്കൻ റൈസ് ബൗൾ. അമ്മക്ക് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടുവോ? അതിനും എരിയും പുളിയും ഉണ്ടാവും അല്ലേ? നാടൻ ടൈപ്പ് കറി ആണോ? നാടൻ എന്ന് പറയാൻ പറ്റില്ല, ബട്ട് അമ്മയ്ക്ക് ഇഷ്ടപ്പെടും. എന്നാലും നമ്മുടെ നാടൻ കറിയുടെ ഏത് ടേസ്റ്റാണ്? പുളിശ്ശേരിയുടെ ഒക്കെ ടേസ്റ്റ് ഉണ്ടോ? കൊള്ളാമോ? കംപ്ലീറ്റ് കഴിച്ചു കഴിഞ്ഞിട്ട് തളർന്ന് ഇങ്ങനെ ചാരി കിടക്കുകയാണ് ശ്രേയ. അത് പ്ലേറ്റ് ഇതാണ്. എങ്ങനെയുണ്ട്? ഫുള്ളായി അല്ലേ? ഇനി രാത്രി കഴിക്കില്ല എന്ന് പറയുമല്ലോ അല്ലേ? എന്നിട്ട് കഴിക്കുമോ രാത്രി? അച്ഛൻ നിർബന്ധിക്കും അല്ലേ? അതാണ്. എൻ്റെയും ഏകദേശം ഇതിൽ നിന്നും ശ്രേയ കഴിച്ചു, അതിൽ നിന്ന് ഞാനും കഴിച്ചു. എല്ലാം എല്ലാം ഓക്കെയാണ്. സൂപ്പർ, അതായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഈയിടെ ആയിട്ട് എനിക്ക് സ്വീറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ്, മധുരം കഴിക്കാൻ. കാരണം ഇത്രയും കാലം മധുരം കഴിക്കാതിരുന്നതിൻ്റെയൊക്കെ ആയിരിക്കും ഈ പ്രായമായപ്പോഴേക്കും മധുരത്തിനോട് ഭയങ്കര ഒരു ഇഷ്ടം. അപ്പം ഇത്രയും ഫുഡൊക്കെ കഴിഞ്ഞ് വയറ് നിറഞ്ഞെങ്കിലും ഒരു പുഡിങ്ങും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതും കൂടെ കഴിച്ചിട്ട് വീട്ടിൽ പോകാമല്ലേ ശ്രേ? വാവ്, വയറ് നിറഞ്ഞെങ്കിലും ഇത് കണ്ടോ, ഈ ഡിസൈനൊക്കെ കണ്ടോ? കറക്റ്റ് പിന്നെ വലുത് പിന്നെ ചെറുതാക്കി ഡൗട്ട് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് അവർ. കഴിക്കട്ടെ. ഇവരുടെ സിഗ്നേച്ചർ ഡെസേർട്ടാണ് ഇത്, സമ്മർ ടൗണിലെ. നമ്മളപ്പോൾ ഫുഡ് കഴിച്ചു. ഇനി എന്താ പ്ലാൻ? കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനില്ലേ, നോക്കാം. പോകുന്ന വഴിക്ക് ബ്ലോക്ക് ഇല്ലെങ്കിൽ അതും കാർ പാർക്കിംഗ് ഒക്കെ കിട്ടിയാൽ മാത്രം നിർത്താം. കാർ പാർക്കിംഗ് ആണ് മെയിൻ പ്രോബ്ലം.
പാർക്കിംഗ് ഉള്ള സ്ഥലത്താണെങ്കിൽ നമുക്ക് സാധനമൊക്കെ മേടിച്ചിട്ട് പോവാം. ഇവിടെ നേരെ കാണുന്നില്ലേ ചെരഞ്ചോളിയാണ്. ആ, അത് പണ്ട് തൊട്ടേ ഉള്ളതാ. ഞാൻ എപ്പോഴും തിരിയുമ്പോ വിചാരിക്കും അയ്യോ ഇതൊക്കെ കുഞ്ഞുങ്ങളുടെ ഇപ്പൊ നോക്കി ഇപ്പൊ കാണുമ്പോ കുറച്ചുകൂടി ഒരു ഫീല്. നമുക്ക് വാവയുണ്ടല്ലോ, അപ്പം നമുക്ക് ഒരു ദിവസം അവിടെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ മേടിക്കാം കേട്ടോ. പണ്ട് അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തോന്നുന്നു അല്ലേ? അതൊക്കെ ഭയങ്കരമായിട്ട് നോട്ടീസ് ചെയ്തോണ്ടിരുന്നു. അപ്പൊ അന്ന് ഞാനിങ്ങനെ വിചാരിക്കുമായിരുന്നു, വാവകൾക്ക് വേണ്ടി മാത്രമായിട്ട് ഇങ്ങനെ ഒരു ഷോപ്പ് തുടങ്ങി ആരെങ്കിലും കേറുമോ എന്നൊക്കെ പണ്ട് വിചാരിക്കുമായിരുന്നു. ഇപ്പൊ പക്ഷെ എന്താ അല്ലേ, ആ ഫസ്റ്റ് ക്രൈയിലും മദർ കെയറിലും എന്താ തിരക്ക്. എന്താ അറിയോ, കുഞ്ഞുങ്ങളുടെ സാധനങ്ങളില് ആരും പിശുക്ക് കാണിക്കില്ല. കുഞ്ഞുങ്ങളെ എപ്പോഴും ഭയങ്കര കെയറിങ് ആയിരിക്കുമല്ലോ എല്ലാരും. അപ്പൊ അതിൽ സേഫ്റ്റിയും. അപ്പൊ എത്ര പൈസയുടെ സാധനമാണെങ്കിലും ആൾക്കാർ അത് വാങ്ങും. സത്യം പറഞ്ഞാൽ നല്ല ബിസിനസ്സാണ്. കുട്ടികളുടെ ഒരു ഷോപ്പ് തുടങ്ങിയാൽ നല്ല ബിസിനസ്സായി. പക്ഷെ ഭയങ്കര റിസ്ക്കും അല്ല, നല്ല നല്ല സാധനങ്ങൾ കൊണ്ട് വെക്കേണ്ടി വരും. എന്തായാലും ഫുഡൊക്കെ കഴിച്ച് അവർക്ക് നിറഞ്ഞ് ഇനി വീട്ടിൽ പോയിട്ട് ഉറക്കം വരുന്നുണ്ട്. ഇത് പിന്നെ വൈകിട്ട് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് നമുക്കിനി ഇതിന്റെ റെക്കോർഡിങ്ങിന്റെ ഇത് ഒന്ന് നോക്കാം കേട്ടോ. കേരളപ്പിറവിയുടെ പാട്ടെങ്കിലും നമുക്ക് നോക്കാം. ഈ വീഡിയോ ഔട്ടാകുമ്പോ കേരളപ്പിറവിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. എന്തായാലും ഏത് പാട്ട് പാടണം എന്ന് ആലോചിച്ചോ? ഇല്ല, പോയിട്ട് കുറെ പാട്ട് സെലക്ട് ചെയ്തിട്ട് നമുക്ക് നോക്കാം. ശ്രദ്ധയ്ക്ക് പാടാൻ പറ്റുമെങ്കിൽ ശ്രദ്ധയോട് നമുക്ക് ചോദിക്കാം കേട്ടോ. ശ്രദ്ധയ്ക്കൊക്കെ പാടാൻ പറ്റുമെന്ന് തോന്നുന്നു. ശ്രദ്ധയും കൂടെ ചേർത്ത് നമുക്ക് എടുക്കാം വീഡിയോ. മറ്റേ മഞ്ഞുമൽ ഹോസ്പിറ്റലിന്റെ അവരുടെ എല്ലാം നല്ല അടിപൊളിയാണ്. ബൗൾഡ് ഓവർ ബൈ പെയിൻ. അതേതാ? അത് മഞ്ഞുമൽ ഹോസ്പിറ്റൽ. അങ്ങനത്തെ കൊറേ ഉണ്ട് ഈ ഒരു സ്ഥലത്ത്, കൊറേ ആഡുകൾ ഉണ്ട് ഇങ്ങനെ. അവരുടെ മഞ്ഞുമൽ ഹോസ്പിറ്റലിന്റെ തന്നെയാന്ന് തോന്നുന്നു. ഇതിനു മുമ്പും ഏതോ ഒരെണ്ണം ഞാൻ എനിക്ക് ഓർമ്മയില്ല, ഇതുപോലെ ഒരു ഹോർഡിങ്സ്, ഒരു ഹാർട്ടിന്റെ ഇൻസ്ട്രുമെന്റ്സ് വെച്ചിട്ടുള്ള ഹാർട്ട് ബീറ്റിന്റെ. അത് പക്ഷെ വേറെ ഹോസ്പിറ്റലായിരുന്നില്ലേ? അറിഞ്ഞൂടാ, ഏതോ ഹോസ്പിറ്റല് തന്നെയാണ്. ഇങ്ങനത്തെ കുറെ ഉണ്ട് ഇവിടെ. ബ്രില്യന്റ് ആയിട്ടുള്ള ആഡ് അല്ലേ? അതെ. യെസ്, നമ്മളിപ്പോ കല്ലറക്കയിൽ പോയി സാധനം മേടിക്കാൻ പോവാണ്. ഓക്കെ മേടിക്കാല്ലേ? അവിടെ ഇപ്പൊ 1-2 സാധനം മേടിക്കാനാ വന്നത്. പക്ഷെ അവിടെ പോയാൽ കൺട്രോൾ പോവും, ഷുവറാണ്. കുറെ സാധനങ്ങൾ മേടിക്കും. ഇന്നത്തെ ഷോപ്പിംഗ് ആണ്. വരുന്ന വഴിക്ക് വീണ്ടും ഇവിടെ കയറി 1-2 സാധനം മേടിക്കാനാണ് കയറിയത്. പക്ഷെ ഇത്രയും സാധനം മേടിച്ചു. എടുക്കാൻ മറന്നു. ഈ വീഡിയോ എടുക്കാൻ മറന്നു. ഇത് നല്ലൊരു കമ്മൽ, ഇത് ഞാൻ സെലക്ട് ചെയ്ത. ഇത് നല്ലതല്ലേ? ഇത് ഇങ്ങനത്തെ ഒന്നും ഇടാറില്ല. ഇപ്പം പ്രായമാകും തോറും എനിക്ക് ഈ ഫുഡിൽ ഇൻട്രസ്റ്റ് കൂടുന്ന പോലെ ഇങ്ങനത്തെ സാധനങ്ങൾ ഇൻട്രസ്റ്റ് കൂടും. പിന്നെ മാച്ചിങ് ആയിട്ട് മോതിരമൊക്കെ മേടിച്ചു. ഇത് ആർക്ക് വേണ്ടിയാ? അതെനിക്ക് വേണ്ടിയാ. ഇത് കാണുന്ന പോലും ഇല്ലല്ലോ. അതൊക്കെ ട്രെൻഡ് ഇപ്പോ. അതെയോ? ചെറിയ കമ്മലൊക്കെ വല്ലപ്പോഴും ഇടാം. അത് സാരിയൊക്കെ കൊടുക്കുമ്പോ, കുർത്തയൊക്കെ ഇടുമ്പോ. എവിടെ പോയിട്ട് തിരിച്ചു വരുമ്പോഴും ഈ സ്ഥലം എത്തുമ്പം ശ്രേയ വീഡിയോ എടുക്കും. എന്നിട്ട് ചിലപ്പം റീലാക്കിയിടും, ചിലപ്പോൾ വെറുതെ സ്റ്റാറ്റസ് ഇടും. മിക്കവാറും കാറില് പാട്ട് പ്ലേ ചെയ്യുന്നുണ്ടാവും. ഇതിപ്പോ വ്ലോഗ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു പാട്ട് പ്ലേ ചെയ്യണ്ടാന്ന്. എന്തുകൊണ്ടാ? കോപ്പിറൈറ്റ്. നല്ല രസം ഈ സ്ഥലത്ത് പാട്ടൊക്കെ കേട്ട്, പാട്ട് നല്ല ഹൈ വോളിയത്തിൽ വെച്ചിട്ട് ഇങ്ങനെ ഡ്രൈവ് ചെയ്യാം. ഈ കാടൊക്കെ വെട്ടാൻ പോവാത്ര കേട്ടോ. ഞാനും കേട്ടു. എന്ത് ഭംഗിയുള്ള അതെ, എല്ലാ സ്ഥലവും കാട് വെട്ടി. അവിടെ എന്തൊക്കെയോ ഇവിടെ ഒരു ക്യാൻസർ ഹോസ്പിറ്റൽ വരുന്നുണ്ടെന്ന്. അവിടെ മെഡിക്കൽ ക്യാൻസർ സെന്റർ. അതെ, മെഡിക്കൽ ക്യാൻസർ സെന്റർ വരുന്നുണ്ട് കളമശ്ശേരിയില്. പിന്നെ എന്തൊക്കെയോ വരുന്നുണ്ട് അവിടെ. അവിടെ എല്ലാം ഓഫീസ് ഉണ്ട്. അത് ഓൾറെഡി ഉണ്ടല്ലോ NIA ഓഫീസ്. അതുകൊണ്ടപ്പോ ഇനി എന്തൊക്കെയോ വരും. അല്ലെങ്കിലും ഇപ്പം നല്ല ബ്ലോക്ക് കണ്ടോ? പണ്ട് ഇത്രയും വണ്ടികൾ ഉണ്ടായിരുന്നു. ആരും ഇല്ലായിരുന്നു. നമ്മള് വീട് വെച്ച സ്ഥലത്ത് സമയത്ത് ആരും ഇല്ല. അതെ, ആരും ഇല്ല. ഇങ്ങനെ അടിച്ച് പുറത്ത് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോയിരുന്നു. ഇപ്പൊ നോക്കി, ഫ്രണ്ടിൽ എത്ര വണ്ടികളാ, ഇങ്ങോട്ട് എത്ര വണ്ടിയാ വരുന്നത് നോക്കൂ. ഇതൊന്നും ഉണ്ടാവില്ല. ഈ പച്ചപ്പൊക്കെ പോവും ഇവിടത്തെ. ഒരു തരത്തിൽ പറഞ്ഞാല് ഡെവലപ്മെന്റ്സ് നല്ലതാണ്. പക്ഷെ കുറച്ച് പോർഷനെങ്കിലും ഇതുപോലെ തന്നെ നിലനിന്നാൽ നന്നായിരുന്നു. നമ്മൾ എത്താറായി. ഇവിടെ ഒരാൾ കൂളിംഗ് ഗ്ലാസ് വെച്ചിരിക്കുന്നുണ്ട് മഴയത്ത്.
ട്രോളരുത്. വെയിലും ഉണ്ട്, അതുകൊണ്ടാണ്. ചെറുതായിട്ട് വെയിലും ഉണ്ട്, മഴയുണ്ട്. വെയിലെന്നൊക്കെ വിളിക്കാമോ? നോക്ക്, വെയിലില്ലേ? ഒരു വരയ്ക്ക് അപ്പുറത്ത് വെയിലുണ്ട്. മഴയുണ്ട്. അവിടെ മഴയില്ല. പുള്ളിക്കാരുടെ മഴയുണ്ട്. വെയിലുള്ളത് ഞാൻ സൺഗ്ലാസ് വെച്ചിരിക്കുന്നത്. എല്ലാം കാണാമോ? കാണാം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങള് തിരിച്ചെത്തി. നല്ല ദിവസമായിരുന്നല്ലേ? കൊള്ളായിരുന്നു. നല്ലൊരു ദിവസമായിരുന്നു. അങ്ങോട്ട് പോയപ്പോ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. പുറത്തു പോകുമ്പോ എടുക്കാം. അതെ, ബൈ. അപ്പൊ വരണം.